വീട്ടിൽ കൈകോർത്ത് വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ്, ഞാൻ തന്നെ വില്ല. വൻ പുലികൾ വന്ന് വാഴുന്ന കാട്ടിലൊരു നരിയെങ്കിലും ആവാതെ പറ്റില്ലല്ലോ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നൊരു കിടലിനായിട്ടുള്ള ഒരു ഓപ്പോണന്റ് വന്നിട്ടുണ്ട് മച്ചാമാരെ. നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇന്നത്തെ ഓപ്പോണന്റ് എങ്ങനെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഗൈസ് നാളെയാണ് ബാക്കി നമ്മുടെ 2 പ്ലേയേഴ്സും കൂടെ വരുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തായാലും ലെജൻഡ് പ്ലേയേഴ്സ് ആണ് മച്ചാമാരെ. അപ്പോൾ ഓൾറെഡി നമ്മുടെ മെസ്സിയൊക്കെ ചിലപ്പം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം, ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും മച്ചാമാരെ നമുക്ക് നമ്മുടെ മാച്ചിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നിങ്ങളാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ട് ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ മച്ചാമാരെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വെക്കാം ഗൈസ്. ഓൾറെഡി സ്റ്റേഡിയം പോയതുകൊണ്ട് ജൂലൈ 10 പുതിയൊരു മൈനർ അപ്ഡേറ്റ് വരുന്നതും പുതിയൊരു സ്റ്റേഡിയം വരുന്നതും മിക്കവാറും ആയിരിക്കും മച്ചാമാരെ. അപ്പം ഇത് നമ്മുടെ ടീം ഇപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഓൾറെഡി ഗൈസ് നിങ്ങൾക്കറിയാം മിക്ക പ്ലേയേഴ്സിൻ്റെ പവർ കുറഞ്ഞും കൂടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മച്ചാമാരെ ഇതാണ് നമ്മുടെ ഓപ്പോണൻറ്റ്. അപ്പോൾ എന്തായാലും വാൻഡിജിക്ക് ഉണ്ട്, കുബോയുണ്ട്, പാമറുണ്ട്, സെർജിൻഹോ ഉണ്ട്, പിക്ഫോർഡാണ് നമ്മുടെ ഓപ്പോണൻ്റെ ഗോളി. അപ്പോൾ അത്യാവശ്യം നല്ല ഡബിൾ ബൂസ്റ്റർ കാർഡ്, പിന്നെ അതാ പാട്രിക് വിയേര ഉണ്ട് മച്ചാമാരെ. അപ്പോൾ കിടലിലാണ് CMF ഒക്കെ വേറെ പ്ലേയേഴ്സിനെ വെച്ചിട്ടുണ്ട്. ബെറാൾഡോ ഉണ്ട്, ബെല്ലിംഗോ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഓപ്പോണന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. വിക്ടർ ബൈ ഉണ്ട്, റൊണാൾഡോ ഉണ്ട്, ബാറ്റി ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു കിടലിന് ഓപ്പോണന്റ് ആണ്. ലോങ് ബോൾ കൗണ്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, സിംഗിൾ ബൂസ്റ്റർ ആണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോർമേഷൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോർമേഷൻ കമൻറ്റ് ചെയ്യുക. 4-2-1-3 ആണോ 4-2-2-2 ആണോ? കുറേ പേര് 4-3-3 ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഡിവിഷനും എത്രയായിരുന്നു കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഇപ്പോൾ ഡിവിഷൻ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാം മച്ചാമാരെ. ഇന്നെന്തോ അപ്പോളജി ഫോർ അഡ്മിൻ എന്നൊക്കെ പറഞ്ഞ് കോയിൻ കിട്ടിയെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പറയുക മച്ചാമാരെ. അപ്പോൾ ലൂയിസ് സുവാരസ് ടു ജെറാഡ് ടു നമ്മുടെ റോബർട്ടോ കാർലോസ്, പാമറിന്ന് എടുത്ത് മാറ്റി ഗ്രീസ്മാൻ ടു ജെറാഡ് ടു സ്നൈഡർ, ബെക്കംബർ ഗൈസ്. ബെക്കംബർ ഒന്നും പോയിട്ടില്ല, അതിന് പകരം ടീം മാറി വന്നു എന്നുള്ളൂ. ഹാളൻഡ്, പാമർ ഒക്കെ എടുത്തിട്ടുണ്ട് മച്ചാമാരെ. ജെറാഡ് ഗൈസ് ഇപ്പോഴും മഴ വീണ്ടും തുടങ്ങി. ഗ്രീസ്മാൻ ടു സ്നൈഡർ ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ മെസ്സി എടാ, പാട്രിക് വിയേരയും വേറൊരു പ്ലെയറും കൂടെ ചേർന്ന് പിടിച്ചു. അയ്യോ എംബാപ്പെ, ഹാളൻഡ് ഗൈസ്. ഇത് പണിയായോ? സെർജിൻഹോ പോയി ഗൈസ്. അപ്പോൾ ത്രോ പോയിട്ടുണ്ട് മച്ചാമാരെ 8-ാം മിനിറ്റിൽ. ഞാൻ വിചാരിച്ചു അത് നമ്മൾ ചെയ്തൊരു മിസ്റ്റേക്ക് കാരണം പണിയായോന്ന്. അപ്പോൾ നോക്കട്ടെ ഗൈസ്. ടോണി ആഡംസ് ടു ബെക്കാം ടു സെർജിൻഹോ ഗൈസ്. ഇന്നലെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിന് സെർജിൻഹോനെ കിട്ടിയായിരുന്നു. എന്തായാലും കമൻറ്റ് ചെയ്യാൻ മച്ചാമാരെ. ഡെയിലി ഗെയിം നിങ്ങൾക്ക് ആരെയും കിട്ടി, അല്ലെങ്കിൽ ട്രോഫി ഒക്കെ തന്നെ കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ അവരെ ബെക്കംബറടാ ഒരു ഷോട്ട് എടാ ഓഫ് ഗൈസ്. മാനുവലിയർ നമ്മൾ വിചാരിക്കുന്നതല്ല കേട്ടോ, സീനാണ്. കാരണം ഈ ഇടയ്ക്കുള്ള മാച്ചുകളിലൊക്കെ ഓക്കെ ബെക്കംബർ എടുത്തു ഗൈസ്. ബെക്കംബർ ബെക്കാം സെർജിനോ ഗൈസ്. അപ്പോൾ ഡബിൾ ബൂസ്റ്റർ മാനേജർ ബെക്കംബർ എങ്ങനെ എടുത്ത് കമൻറ്റ് ചെയ്യുമോ? ബെക്കംബർ എന്തായാലും ലെഫ്റ്റാന്ന് തോന്നുന്നു, ലെഫ്റ്റ് കാലുകൊണ്ട് എന്തായാലും അടിച്ച് കോർണർ ഇട്ടിട്ടുണ്ട്. എംബാപ്പെ അടിച്ചാണ് മച്ചാമാരെ. ഓൾറെഡി ഈ ഒരു എംബാപ്പെ കാർഡ് നല്ല കാർഡാണ്. കാരണം ഓൾറെഡി എല്ലായിടത്തും ഈ ഒരു ഫ്രീ കാർഡ് ഉണ്ട് മച്ചാമാരെ. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഡിഫൻസും കാര്യങ്ങളൊക്കെ ആരൊക്കെയാണെന്നും അതുപോലെ തന്നെ എത്ര സ്ട്രെങ്ത് ഒക്കെ എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ മേളിക്കൂടെ പോയി ഗോളിയൊക്കെ കമൻറ്റ് ചെയ്യട്ടെ മച്ചാമാരെ. കുറേ പേര് പറഞ്ഞതിൻ്റെ വിക്ടർ ബൈ നല്ല അത്യാവശ്യം നന്നായിട്ട് പെർഫോമൻസ് ചെയ്ത് നമ്മൾ ഓൾറെഡി ഇന്നലെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ക്യാൻഡയും കൂടെ കിട്ടാനുള്ളൂ മച്ചാമാരെ. ക്യാൻഡയും ഒരു ഹൈലൈറ്റ് കാർഡും ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ നോക്കട്ടെ. ഓക്കെ ഹാളൻഡ് ഗൈസ്. ഹാളൻഡ് ഇപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ഇറക്കിയിട്ട് ഗൈസ് കിട്ടിയിട്ടുണ്ട്. ടോണി ആഡംസ് ടു സുവാരസ്. ഓക്കെ സ്നൈഡർ എടാ. ഓക്കെ കഫു ടു എടാ അതെന്താ. ഓക്കെ കിട്ടിയിട്ടുണ്ട് മച്ചാമാരെ. നോക്കട്ടെ. ഓക്കെ ജെറാഡ്, ബെക്കാം. ഓക്കെ സ്നൈഡർ എടാ വീഴ്ത്തി. ബെക്കംബർ ടു കിട്ടിയിട്ടുണ്ട്. ജെറാഡ്. ഓക്കെ ഗ്രീസ്മാൻ ഗൈസ്. കുബോ ഉണ്ട് കേട്ടോ ഗൈസ്, കിട്ടിയിട്ടുണ്ട്. ഓക്കെ എടാ ടോണിയാണെന്ന് എടുത്ത് വെച്ചാൽ എടാ. അയ്യോ ആ ഗൈസ് ഗോളി. ഗൈസ് മാനുവലിയർ എന്തായാലും കയറി വന്ന് പണിയൊന്നും ആക്കിയില്ല. അണ്ണൻ കറക്റ്റ് ടൈമിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രശ്നങ്ങളില്ലാണ്ട് കയറിപ്പോയി. കാരണം ഞാൻ വിചാരിച്ച് പണിയായെന്ന്. പാട്രിക് വിയേര. ഓക്കെ സെർജിൻഹോ. ഓക്കെ എംബാപ്പെ എടാ. ഓക്കെ സ്നൈഡർ, ബെക്കംബർ, എംബാപ്പെ. ഒരു ഷോട്ട് റോബർട്ടോ കാർലോസ് ഗൈസ്. അപ്പോൾ കോർണർ പോയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ എംബാപ്പെ അടിച്ചതാണ്. അതുപോലെ മച്ചാമാരെ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബറും പറഞ്ഞായിരുന്നു മാനുവലിയർ ചില സമയത്തൊക്കെ അടിപൊളി ഗോളി തന്നെയാണ്, ചില സമയത്താണ് കയറി വരുന്നത്. പക്ഷെ ആ നന്നായിട്ട് തന്നെ ഇപ്പോൾ നിലവിൽ ചെയ്യുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ കയറി വരുന്നത്. മച്ചാമാരെടാ താഴെ എന്തൊക്കെയോ എഴുതി കാണിക്കുന്നുണ്ട്. നമ്മുടെ ആ സ്ക്രീനിൽ യുണൈറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിൻ്റൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ നല്ല സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ്.
അപ്പോൾ ഗൈസ് നമുക്ക് നോക്കി നോക്കാം. പ്രൊമോഷൻ കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയിൽ കൂടെ പോകണേ ഗൈസ്. അപ്പോൾ സുവാരസ് ടു നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു, നമ്മൾ എടുത്ത് വെറുതെ കളഞ്ഞില്ല. പാമർ സിംഗിൾ ബൂസ്റ്റർ എനിക്കൊന്നും ആദ്യമായിട്ടാണ് തോന്നുന്നു നമ്മുടെ ഓപ്പോണൻറ്റ് ഇറക്കുന്നത്. പാട്രിക് വിയറ ഓക്കെ എടുത്തിട്ടുണ്ട് മച്ചാമാരെ. ടോണി ആഡംസ് ടു ജെറാഡ്, റോബർട്ടോ കാർലോസ് ടു നമ്മുടെ ഗ്രീസ്മാൻ. ഗൈസ് ഇപ്പം നെയ്മർ സീനായി കേട്ടോ. നമ്മുടെ സാന്റോസ് നെയ്മർ ഉണ്ടല്ലോ, അത് ഇപ്പോൾ അത്യാവശ്യം നല്ല കളി കളിക്കുന്നുണ്ട്. കാരണം ഓൾറെഡി ഞാൻ കഴിഞ്ഞ ദിവസം ഇറങ്ങി വെക്കായിരുന്നു. ഓക്കെ വാൻഡിച്ചിക്ക് മച്ചാമാരെ. ടോണി ആഡംസ് ടു നമ്മുടെ ഡേവിഡ് ബെക്കാം. ഓക്കെ ജെറാഡ്. ഓക്കെ ഗൈസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ആണെങ്കിൽ അടുപ്പിച്ച് കുറേ മാച്ച് ഉണ്ടാകുന്ന വെച്ചാൽ മിസ് പാസ് ആവുകയാണ്. കാരണം നമ്മൾ ഡെയിലി ഇപ്പോൾ കളിക്കാത്തതുകൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ റെഡി ആയി കേട്ടോ. നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് കളിയുണ്ട് ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം ആയിട്ടുണ്ട് മച്ചാമാരെ. ലവ് യു ഇറാൻ, അതാണ് നമ്മുടെ ഓപ്പോണൻ്റെ പേര് ഗൈസ്. അപ്പോൾ ഷോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒറ്റ ഷോട്ട് പോലും അടിച്ചിട്ടില്ല. ഓപ്പോണൻ്റാണ് ഷോട്ടുകൾ അടിച്ചു വിടുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും തിരിച്ചടിക്കണം. ബെൻവൈറ്റ് ടു ബില്ലിംഗം, ടോണി ആഡംസ്, പാമർ, ബെക്കംബർ ഗൈസ്. ഓൾറെഡി ഇവരും ലോങ് ബോൾ കൗണ്ടാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഏത് മാനേജർ ആയിരിക്കും കുറച്ചുകൂടെ ബെസ്റ്റെന്ന്. ബെക്കംബർ ടു നമ്മൾ ഗ്യാസ്പറിനെ ആട്ടോ മച്ചാമാരെ ഗൈസ്. ഇപ്പോൾ ആണെങ്കിൽ നമ്മുടെ എല്ലാവരും യൂസ് ചെയ്ത് ഞാൻ നോക്കിയപ്പം മറ്റേ വേറൊരു ഗോളിയാണ് ടോപ്പ് 1 ഉള്ളവരൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ഗോളിയല്ല മാനേജറിനെയാണ്. കുബോ ഓക്കെ എടുത്തിട്ടുണ്ട് മച്ചാമാരെ. ബെക്കംബർ ടു സ്നൈഡർ. ഓക്കെ ഡെന്നിസ് ലോനെ നമ്മൾ ഇറക്കി കേട്ടോ മച്ചാമാരെ. ഡെന്നിസ് ലോനെ ഇറക്കി. ഓക്കെ ഈ കുബ അവിടെ കയറി വന്നില്ല. പാമർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. റോബർട്ടോ കാർലോസ് ടു സ്നൈഡർ ഗൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ മച്ചാമാരെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഡെന്നിസ് ലോ അത് അടിക്കാൻ പറ്റിയൊരു നല്ല ചാൻസ് ആയിരുന്നു. പക്ഷെ കയറിയില്ല മച്ചാമാരെ. ഞാൻ അടിച്ചു നോക്കി ഗൈസ്. ഹാളൻഡ് ഇപ്പോൾ കളി ഇത്തിരിയോടൊന്ന് ഉഷാറായിട്ടുണ്ട്. ഓക്കെ മിസ്റ്റേക്ക് കാണിച്ച പണിയാവരുത് കുബോ മച്ചാമാരെ. നമ്മൾ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ലൈവ് വരുന്നുണ്ടോ ഡെയിലി. സീരിയസ് ചുമ്മാ അങ്ങ് തട്ടി വിട്ടു ഗൈസ്. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഗോളി നമുക്ക് വേണ്ടി അത്യാവശ്യം നല്ലോണം തന്നെ കീപ്പ് ചെയ്ത് തരുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 3-4 ഷോട്ടായി ഓപ്പണിനെ തൊടിയിപ്പിച്ചിട്ട് പോയില്ല. പക്ഷെ പറയാൻ പറ്റില്ല ഇപ്പം ഇനി അടിക്കുമോ നമുക്ക് നോക്കാം. എന്തായാലും ഗൈസ് നമ്മൾ ഉറപ്പായിട്ട് ഒരു ഗോൾ നമുക്ക് സെറ്റ് ആക്കണം. കാരണം ഓൾറെഡി ഡിവിഷൻ പുഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ ഓൾറെഡി എന്താ വെച്ചാൽ കുറച്ച് ദിവസം അടുപ്പിച്ചടുപ്പിച്ച് ആയതുകൊണ്ട് നമ്മുടെ മിസ് പാസുകൾ കൂടുന്നുണ്ട്. കാരണം ഡെയിലി കളിച്ചാൽ മാത്രമാണ് മച്ചാമാരെ നമ്മുടെ സ്കില്ലായാലും പിന്നെ എല്ലാം ഒന്ന് റെഡി ആവുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ കളിയെല്ലാം അതായിപ്പോയി. ഒന്നാമത് മൊത്തം സ്ക്രിപ്റ്റിംഗ് അല്ല. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ടോണി ആഡംസ് ടു ഓക്കെ ബെക്കാം കൂടിപ്പോയടാ. ബെൻവൈറ്റ് കോർണർ കിക്കാൻ മച്ചാമാരെ. അപ്പോൾ 65 മിനിറ്റ് ആയിട്ട് ഇതുവരെ ഒരു അടി വന്നിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ്. എന്തായാലും അടിക്കണം, ഉറപ്പായിട്ടൊരു കമ്പാക്ക് വെച്ച് അടിക്കണം നമുക്ക് ഗൈസ്. ഇത് നോക്ക്, ഫുൾ സ്റ്റേഡിയം നോക്ക് ഗൈസ്. ബെക്കാം അടിച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം. ജെറാഡ് ഇവിടെ ആരുമില്ലടേ. നെയ്മറിൻ്റെ അവിടെയൊക്കെ ഫ്രീ ആയിരുന്നു ഗൈസ്. കിട്ടി ഡെന്നിസ്. ഓക്കെ ഗൈസ്. അപ്പം മെസ്സിയുടെ ഒരു ഷോട്ട് നോക്കാം. ബെൻവൈറ്റ് ഗൈസ്. അടുത്ത ഷോട്ട് നോക്കാം. അത് എന്താണത് ഗൈസ്. അപ്പോൾ ജെറാഡ് ഓക്കെ ബെക്കംബറിന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മച്ചാമാരെ കോയിനൊക്കെ സേവ് ചെയ്തിട്ട് എത്രയാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്. വീണ്ടും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ബെക്കാം ഒരു ഷോട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ 73 മിനിറ്റിൽ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയ സിമ്പിൾ ഗോളാണ്. സിമ്പിൾ ഗോൾ എന്നല്ല, അത്യാവശ്യം അവന്മാരൊരു ഇത് വന്നുകൊണ്ടാണ് ആ ഒരു ഗോൾ അവിടെ കയറിയ മച്ചാമാരെ. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക നിങ്ങൾ പുതിയതായിട്ട് അക്കൗണ്ട് തുടങ്ങി. അതുപോലെ തന്നെ നമ്മൾ കോയിൻ സേവ് ചെയ്യുന്നതിനെ പറ്റി ഒരു കിടലിനായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ഫസ്റ്റ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പൊളിക്കാം. അതുപോലെ 1vs1 കോ മാച്ചും ഡിവിഷൻ മാച്ചൊക്കെ നമുക്ക് സെറ്റാക്കാം നമ്മുടെ ലൈവിലൂടെ. അപ്പോൾ ഫസ്റ്റ് ചാനലിൽ നമ്മൾ ഡെയിലി ലൈവ് വരുന്നുണ്ട് ഇപ്പോൾ രാത്രി. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. പാട്രിക് വിയറ ടു നമ്മുടെ സെർജിൻഹോ ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ പണിയാവും. എംബാപ്പെ, ടോണി ആഡംസ്, ജെറാഡ്, നെയ്മർ ഗൈസ്. ഈ ഒരു എന്താ പറയുക നമ്മുടെ ഈ ഒരു കാർഡ് സീനായിട്ടുണ്ട് കേട്ടോ മച്ചാമാരെ. അത്യാവശ്യം നല്ലൊരു കാർഡാണ്. കാരണം ആരും ഫ്രീ കിക്ക് ആയിരിക്കും ഗൈസ്. അത് നല്ലൊരു ചാൻസ് ആയിട്ട് വരികയായിരുന്നു. ഓപ്പോണൻറ്റ് തട്ടി വീഴ്ത്തി ഡെന്നിസ് ലോനെ. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ ബെക്കംബർ വന്നപോലെ ഡെന്നിസ് ലോയുടെ ഫ്രീ കാർഡ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നെയ്മറിനെ കൊണ്ട് നമുക്ക് അടിപ്പിക്കാം. എന്തായാലും വരച്ചിട്ടുണ്ട്. കയറോ ഗൈസ്. പിടിച്ചടാ. പിക്ക് ഫോർഡ് എടുത്തു ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ബിഗ് ടൈം അല്ല മറ്റേ ലെജൻഡ് പാക്കിൽ സെലക്ഷൻ കോൺട്രാക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ആരും എടുക്കുമെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ കവാനീനെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ മച്ചാമാരെ. പാട്രിക് വിയറ ഓക്കെ. ടോണി ആഡംസ് ഇത് പണിയാക്കി വെക്കും ഇവന്മാർ. പാട്രിക് വിയറ ഓക്കെ കിട്ടിയിട്ടുണ്ട്. ബെക്കാം, സ്നൈഡർ ഓക്കെ. ഡെന്നിസ് ലോ അതെന്തിനാ ടേൺ ചെയ്തേ. ജെറാഡ് ഓക്കെ. ബെക്കാം, കുബോ ഗൈസ്. കുബോ
മച്ചാമാരെ ഈ കുബോയുടെ കാർഡ് അത്യാവശ്യം നല്ല കാർഡാട്ടോ. എൻ്റെ ഒരു നമ്മുടെ ക്യാപ്റ്റൻ സുഭാഷിൻ്റെ ഒരു കാർഡ് ഇരിപ്പുണ്ട്, നിങ്ങളുടെ അടുത്തും ഉണ്ടാവും മിക്കവാറും. എടാ ഓക്കെ. എൻ്റെ പൊന്ന് മച്ചാമാരെ ഇപ്പോൾ ഗോള് കയറിയ അവന്മാരെന്തോ ഭാഗ്യത്തിന് മേളിൽ കൂടെ അടിച്ചു വിട്ടത്. 89 മിനിറ്റായി ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം. ഇനിയിപ്പോൾ ഓപ്പോണൻ്റെ കയ്യിൽ നിന്ന് പറയാൻ പറ്റില്ല. 89 മിനിറ്റായി. കുബോ മാറിയിട്ട് അവിടെ ഫിയോറ വന്നിട്ടുണ്ട് ഗൈസ്. ഈ ഒരു ഫിയോറ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മറ്റേ സ്നൈഡറിൻ്റെ പാക്കിൽ നിന്ന് ഫ്രീ ട്രൈ കിട്ടി. 4ാമത്തെ ട്രൈ കണ്ട. അപ്പം ഞാൻ ഇതുവരെ ഇറക്കിയിട്ടില്ല. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അങ്ങനെ കിട്ടിയവരൊക്കെ ഗൈസ്. നിങ്ങളാരും എന്താ പറയുക ഇപ്പം 2 സ്നൈഡറോ 2 ഡേവിഡ് വില്ലിയോ അങ്ങനെയുള്ളവരൊന്നും കളയണ്ട. കാരണം എടാ അവൻ്റെ കാല് തട്ടി ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മച്ചാവരെ നമ്മൾ 1 ഗോളിലാണ് ജയിച്ചത്. എന്തായാലും ഇനി ഉഷാറാക്കണം. അപ്പോൾ മച്ചാവരെ എന്തായാലും നമ്മളൊരു കിടിലൻ മാച്ച് ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും 6 ഷോട്ടാണ് നമ്മളിപ്പോൾ അടിച്ചത്. ഹാഫ് ടൈമിന് ശേഷമാണ് ഗൈസ് ഇത്ര അടിച്ചത്. അപ്പം വെക്കാമാണ് ഫസ്റ്റ് ഇത് കിടക്കുന്നത്. എന്തായാലും ടോണി ആഡംസ് 6.0 ഉണ്ട്. പാമർ, ബെൻവൈറ്റ്, പിന്നെ അവരുടെ ഫസ്റ്റ് നിൽക്കുന്ന പാട്രിക് വിയറൊക്കെ ഉണ്ട്. അപ്പോൾ മച്ചാവരെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, നമ്മുടെ ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.